പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് മാരക പ്രഹരശേഷിയുള്ള 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാനില്ല. കോട്ടയം പാലക്കാട് റൈഫിൾ അസോസിയേഷനിൽ നിന്നാണ് ബുള്ളറ്റുകൾ നഷ്ടപ്പെട്ടത്. കൂടുതൽ രാജ്കുമാർ ചേരുന്നുണ്ട്. തത്സമയം രാജ്കുമാർ, വിവരങ്ങൾ. സൗമ്യ, വിദേശ നിർമ്മിതമായ .22, .3T എന്നീ ഇനത്തിൽപ്പെട്ട കൂടാതെ 12 ബോർ ഇനത്തിൽപ്പെട്ട 1.5 ലക്ഷം ബുള്ളറ്റുകൾ, വെടിയുണ്ടകളാണ് കേരളത്തിലെ വിവിധ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് കാണാതായിട്ടുള്ളത്. ഇതിൽ കോട്ടയം, പാലക്കാട് ജില്ലകളിൽ നിന്നാണ് ഈ 1.5 ലക്ഷത്തോളം വെടിയുണ്ടകൾ കാണാതായിരിക്കുന്നത്. ഇത് 1997 മുതൽ 2015 വരെയുള്ള കണക്കുകളാണ്. 97 മുതൽ 2013 വരെ കോട്ടയത്തും 2015 പാലക്കാടുമാണ് വെടിയുണ്ടകൾ കാണാതായത്. ഇത് സംബന്ധിച്ച് പരാതി പോലീസ് അധികൃതർക്ക് നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ആരുടെ കരങ്ങളിലേക്കാണ് പോയി എന്നുള്ളതിനെക്കുറിച്ചും യാതൊരു സൂചനകളും ലഭ്യമായിട്ടില്ല. എന്തായാലും റൈഫിൾ അസോസിയേഷന് ആവശ്യമുള്ളതിൽ കൂടുതൽ വെടിയുണ്ടകൾ വാങ്ങി എന്നുള്ളതാണ് തെളിവുകൾ. ഇവർ വാങ്ങിയതിനും നാഷണൽ റൈഫിൾ അസോസിയേഷനിൽ നിന്ന് ഈ വെടിയുണ്ടകൾ വാങ്ങിയതിന് തെളിവുകളുണ്ട്, ലഭിച്ചതിനും തെളിവുകളുണ്ട്, ഇതിൻ്റെ രേഖകളുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്തു, എങ്ങനെ ഉപയോഗിച്ചു, എവിടെ വെച്ച് ഉപയോഗിച്ചു, എപ്പോഴൊക്കെ ഉപയോഗിച്ചു, എത്ര ദിവസം ഉപയോഗിച്ചു, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ വീഴ്ച. ഇതിൽ രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇത് മറ്റാർക്കോ മറിച്ചു വിറ്റതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കരങ്ങളിലേക്ക് ഇത് എത്തിപ്പെട്ടതോ ആകാമെന്നുള്ളതാണ് ഒരു സംശയവും ആശങ്കയ്ക്കും വക നൽകുന്ന കാര്യം. ഇത് വിധ്വംസ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ തീവ്രവാദ പരിശീലനത്തിനോ തുടങ്ങി മാവോയിസ്റ്റ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ഭീഷണികൾ ഇന്ന് രാജ്യം നേരിടുന്നവയാണ്. ഇത്തരം ആൾക്കാരുടെ കൈകളിലേക്ക് ഈ വെടിയുണ്ട എത്തിയിട്ടുണ്ടെങ്കിൽ അത് വരുത്താൻ പോകുന്ന ഒരു രാജ്കുമാർ, തിരികെ എത്താം. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, റൈഫിൾ അസോസിയേഷനിൽ നിന്നും കൊണ്ടുവന്ന ബുള്ളറ്റുകളാണ്, ഇത്രയേറെ ബുള്ളറ്റുകളാണ് കാണാതായിട്ടുള്ളത്. കൃത്യമായി ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്നതിനും അത് എന്തൊക്കെ രീതിയിൽ ഉപയോഗിച്ചു എന്നതിനുമൊക്കെ കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കാറില്ലേ? ആ സാഹചര്യത്തിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അല്ല, എന്തായാലും റൈഫിൾ അസോസിയേഷൻ ആയാലും ശരി, പോലീസിന്റെ ആയാലും ശരി, മിലിറ്ററിയിലായാലും ശരി, കാർട്രിഡ്ജ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അതിന് പ്രത്യേക കണക്കും അത് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് അത് രേഖപ്പെടുത്തേണ്ടതാണ് അവിടെ. അപ്പൊ അത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് ഇപ്പം പറയുന്നത്. കാരണം ഇതിനെല്ലാം കണക്ക് വേണം. ഇത് എത്ര റൗണ്ട് അവിടെ ചെലവാക്കി അവർ ടെസ്റ്റ് ഫയറോ അല്ലെങ്കിൽ അവർ റൈഫിൾ ഷൂട്ടിങ്ങിന് പ്രാക്ടീസ് ചെയ്താലും ശരി, 50 റൗണ്ട് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 റൗണ്ടും അവിടെ അക്കൗണ്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് അത് പോകേണ്ടത്. ഇത് എന്തിനുപയോഗിച്ചു, എവിടെ പോയെന്നുള്ള വിധ്വംസ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം, അല്ലെ നക്സലേറ്റിന് പോകാം. ഇത് എവിടെ പോയെന്ന് കണ്ടെത്തേണ്ടതിരിക്കുന്നു. അതിന് റൈഫിൾ അസോസിയേഷൻ ഭാരവാഹികൾ ഉത്തരം പറയേണ്ടി വരും. ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള അവരുടെ പോലീസ് തന്നെ ഇതേപ്പറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷിക്കണം. ഇത് എങ്ങനെ നഷ്ടപ്പെട്ടെന്നും അത് വേറെ രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്യുന്നവന്മാരുടെ കയ്യിൽ ഇത് അകപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പോലീസ് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം അല്ല, അവിടെയാണ് ശ്രീ ജോർജ് ജോസഫ്, ഇത്രയേറെ വെടിയുണ്ടകൾ പ്രത്യേകിച്ച് അത് കൈകാര്യം ചെയ്യുന്നതിന് എല്ലാ തരത്തിലുള്ള നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത് കൈവശം വെക്കുന്നതായാലും അത് ഉപയോഗിക്കുന്നതായാലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇത്രയേറെ വെടിയുണ്ടകൾ ഒരുമിച്ച് കാണാതെയാകുമ്പോൾ അത് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെയാകാൻ ഉള്ള സാധ്യതയുണ്ടോ? അല്ല, ഇത് ഒന്നിച്ച് കാണാതായെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏതെങ്കിലും ഒരു കൺസൈൻമെന്റ് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുത്തിയത് മിസ്സായതാണോ, അതോ ഇത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇവർ അക്കൗണ്ട് ചെയ്യാതെ പോയതാണോ, അല്ലെങ്കിൽ ഇത് എന്നാണ് ഈ സ്റ്റോക്ക് വന്നത്, എത്ര നാൾ കൊണ്ടാണ് ഇത്ര മിസ്സിംഗ് ആയത്? ചിലപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്തതും ആകാം, ഇതിന് പ്രോപ്പർ അക്കൗണ്ട് ഇല്ലാത്തതും ആകാം. അതേസമയത്ത് ഇത് ഓർഡിനൻസ് ഫാക്ടറി എവിടുന്നാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇവിടുത്തെ കൺസൈൻമെന്റ് ഇവിടെ എത്തിയ ശേഷം അപ്രത്യക്ഷമായോ ഇല്ലയോ എന്നൊക്കെ ഇതൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് അന്വേഷിക്കും. ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എത്രയും, കാരണം എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ജില്ലാ കളക്ടറും SP ഇതിന് അതിന്റെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഈ കാര്യത്തില്. കാരണം അവർക്ക് ഇതിനൊരു സൂപ്പർവിഷൻ ഉണ്ട്, ജില്ലാ മജിസ്ട്രേറ്റിനും ഉണ്ട്, ജില്ലാ SP-ക്കും ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. കാര്യം റൈഫിൾ ക്ലബ് ആയാലും ശരി, ഇത് എങ്ങനെ അവിടുന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് അവർ അക്കൗണ്ട് ചെയ്യാൻ വിട്ടുപോയതാണോ, ഈ കാര്യം എത്രയും പെട്ടെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയാൻ കഴിഞ്ഞത് കൊല്ലത്തുനിന്ന് അങ്ങനെ ഒരു പരാതി പോയിരുന്നു. പക്ഷേ ആ പരാതിയിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു സീരിയസ് കൺസേൺ കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ നാഷണൽ ലെവലിൽ പോലും വലിയ രീതിയിൽ ഭീതി ഉളവാക്കുന്ന തരത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം കേരളം കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ വലിയ ആശങ്കയിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ളൊരു അന്വേഷണമല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും അത് എന്തായാലും പ്രാഥമിക അന്വേഷണം കളക്ടർ നടത്തിയേ പറ്റുള്ളൂ, അല്ലെ കളക്ടറും SP നടത്തിയേ പറ്റുള്ളൂ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്
ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ തന്നെയും അവിടുത്തെ SHO അത് പോയി വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി വെരിഫൈ ചെയ്യണം. ഇത് ചാനലിൽ കൂടെ വന്നാലും ശരി, പത്രക്കൂടെ വന്നാലും ശരി, പരാതിക്കാരനില്ലെങ്കിൽ ശരി, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ഇത്ര സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് അവിടുത്തെ കളക്ടേഴ്സിനെ അറിയിക്കണം. അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനും അറിയിക്കേണ്ടതാണ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിന്റെ. അപ്പൊ ഇത് അടിയന്തര പ്രാധാന്യം കൊടുത്തിട്ട് ഇത്ര ഒരു വിവരം വെളിയിൽ വന്ന സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കളക്ടർ ഇത് ഇടപെട്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് അതിന്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് അറിയേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. അതിന്റെ സാങ്കേതിക വശം താങ്കളിലേക്ക് തന്നെ വരികയാണ്. ഇതൊരു സുപ്രധാനമായ ഒരു വിഷയം. ചില ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള ഒരു വേർഷൻ കൂടി താങ്കൾക്ക് പറയാനാകുമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? സാധാരണ ടെലിഫോൺ ലൈനിലില്ല. രാജ്കുമാറിലേക്ക്, ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഇവിടെ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ച ഒരു സുപ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ആ വിധത്തിൽ ഗൗരവമായി എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടറായാലും കമ്മീഷണറായാലും ഒക്കെ തന്നെ ഇതിൽ നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം പോലുമുണ്ട്. ആ സാഹചര്യമൊക്കെ നിലനിൽക്കെ, അത്തരത്തിലുള്ള നിയമപരമായ വശങ്ങളൊക്കെ നിലനിൽക്കെ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ആ ഒരു സീരിയസ്നെസ്സോടു കൂടിയാണോ? സൗമ്യ, ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം സംസ്ഥാന റൈഫിൾ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് IG ആണ്. അവിടെ എല്ലാ കാലഘട്ടങ്ങളിലും മാറി മാറി വരുന്ന IG-കൾ ഈ സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബൈല തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് അത് കേന്ദ്ര തലത്തിലുള്ള ഒരു നിയമത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അത് പ്രത്യേകിച്ച് ആയുധം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പോലീസിൻ്റെ മോണിറ്ററിംഗ് അതെന്ന നിലയിൽ ഒരു IG-യെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള അതും IPS ഉദ്യോഗസ്ഥനെ തന്നെ ഇക്കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അത്രമാത്രം സുരക്ഷിതത്വവും അതിൻ്റെ ഒരു ഗൗരവവും കണക്കിലെടുത്താണ് ആ നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ഇതിൽ കൊല്ലം റൈഫിൾ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി സജു എസ് ദാസാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. ആ പരാതി DGPക്ക് നൽകിയിട്ടുണ്ട്, NIAക്ക് നൽകിയിട്ടുണ്ട്, CBIക്ക് നൽകിയിട്ടുണ്ട്, ഈ പറയുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് IG-ക്കും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുമുണ്ട്. അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ജില്ലകളിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് പാലക്കാട് നടന്നിട്ടുള്ള ഇതിലെ മിസ്സിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറി റൈഫിൾ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ജേക്കബും ഇത് സംബന്ധിച്ച് താൻ ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഇത്രയേറെ ആംമുനേഷൻ ഈ ബുള്ളറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് കാട്ടി പോലീസിനെ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അതിൽ പരിശോധനയും നടത്തിയിട്ടുണ്ട്. പക്ഷെ നാളിതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തുകൊണ്ട് പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവമായ ഒരു ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത്ര രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായ ഒരു പ്രശ്നത്തിൽ പോലീസ് ഇതിനെ ഗൗരവത്തോടെ കാണാതെ ലാഘവ ബുദ്ധിയോടെ കാണുന്നു എന്നൊരു സ്വാഭാവികമായ സംശയം ഉയരുന്നുണ്ട്.